നീണ്ട 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യ മഹാരാജ്യത്തിന് ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ ലഭിക്കുന്നത്. അങ്ങനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ രാജ്യം മുഴുവൻ നോക്കി നിൽക്കെ ഇന്ന് അപമാനിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. ഇന്ന് സ്വാതന്ത്ര്യദിന ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രോട്ടോകോൾ പ്രകാരം മുൻനിരയിലായിരുന്നു നരേന്ദ്രമോദി സർക്കാർ ഇരുത്തേണ്ടിയിരുന്നത്. കാരണം അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അദ്ദേഹത്തിന് ഇരിപ്പിടമൊരുക്കിയത് കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ പങ്കെടുത്ത കായിക താരങ്ങൾക്കും പിന്നിൽ 3ാം നിരയിലായിരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അടക്കം അത് വലിയ വാർത്തയാക്കുന്നുണ്ട്. കോൺഗ്രസ് വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും ചെയ്തു കഴിഞ്ഞു. കാരണം നരേന്ദ്രമോദി സർക്കാർ രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ, പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്തെ എത്രമാത്രം ഭയക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ സംഭവം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ 50 ദിവസം പൂർത്തിയാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി 50 ദിവസത്തെ അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ട് കാർഡ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പുറത്തുവിട്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് കാർഡ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വലിയ രീതിയിൽ വൈറലാവുകയാണ്. കാരണം ആ റിപ്പോർട്ട് കാർഡും നരേന്ദ്രമോദിയും തമ്മിലൊരു താരതമ്യം പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് കാർഡ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 50 ദിവസം ഒരു ചെറിയ സമയപരിധി ആണെങ്കിൽ പോലും അതിനുള്ളിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന് സാധിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് കാർഡിലൂടെ നമുക്ക് മനസ്സിലാകും. നമുക്കറിയാവുന്ന പോലെ 9 സംസ്ഥാനങ്ങൾ രാഹുൽ ഗാന്ധി ഇതിനോടകം സന്ദർശിച്ചു കഴിഞ്ഞു. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും മികച്ച നേട്ടമായി കോൺഗ്രസ് പാർട്ടി ഈ റിപ്പോർട്ട് കാർഡിൽ ഉയർത്തി കാണിക്കുന്നത്. ഈ 9 സംസ്ഥാനങ്ങളിൽ കലാപബാധിത പ്രദേശമായ മണിപ്പൂരും ഉൾപ്പെടുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്ത കഴിഞ്ഞ മാസം ജൂലൈയിൽ പുറത്തു വന്നിരുന്നു. ആ വാർത്തയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മണിപ്പൂർ മുഖ്യമന്ത്രിയും BJP നേതാവുമായ ബീരൻ സിംഗും തമ്മിൽ കലാപം തുടങ്ങിയ ശേഷം ആദ്യമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു എന്നായിരുന്നു ആ വാർത്ത. ആ വാർത്ത ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് കലാപം തുടങ്ങി 1 വർഷത്തിലേറെ കഴിഞ്ഞ ശേഷമാണ് ആ സംസ്ഥാനത്തിൻ്റെ, മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയെങ്കിലും നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ ഒരു ഘട്ടത്തിൽ പോലും മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം രാഹുൽ ഗാന്ധി 2 വട്ടമാണ് മണിപ്പൂർ സന്ദർശിച്ചത്. പ്രതിപക്ഷ നേതാവായി സ്ഥാനം ഏറ്റെടുത്ത ശേഷവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രയും സന്ദർശനവും മണിപ്പൂരിലേക്ക് തന്നെ ആയിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം 9 സംസ്ഥാനങ്ങൾ നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇതിനോടകം സന്ദർശിച്ച് കഴിഞ്ഞു എന്ന വിവരം പുറത്തു വരുമ്പോൾ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അതിൻ്റെ പകുതി സംസ്ഥാനങ്ങൾ പോലും സന്ദർശിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയായി നിലനിൽക്കുന്നു. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ മികച്ച നേട്ടമായി ഈ പ്രോഗ്രസ് കാർഡിൽ ഉയർത്തി കാണിക്കുന്ന രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് 25 ജനവിഭാഗങ്ങളുമായി നടത്തിയ അദ്ദേഹത്തിൻ്റെ സംവാദമാണ്. ഈ 25 ജനവിഭാഗങ്ങളിൽ കർഷകർ ഉൾപ്പെടുന്നുണ്ട്, ലോക്കോ പൈലറ്റുകൾ, നമ്മുടെ റെയിൽവേയുടെ നാഡീ ഞരമ്പുകളായ ലോക്കോ പൈലറ്റുകൾ ഉൾപ്പെടുന്നുണ്ട്, നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്നുണ്ട്. കാര്യം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ബുദ്ധിമുട്ടുകളാണ് വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നത്. കാര്യം നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ അടക്കം ചോർന്നത് നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ വാർത്തകൾ ഏറെ നാൾ നമ്മുടെ രാജ്യം ചർച്ച ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുമായി 1ലേറെ തവണയാണ് രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷക സമരത്തിന്റെ കാലം മുതൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കർഷകരുമായി ഒരു കൂടിക്കാഴ്ചയും നടത്തിയിട്ടില്ല നേരിട്ട് എന്നത് ഒരു വസ്തുതയായി നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ കാര്യം. നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ വലിയ ആകുലതകളിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിൽ അവർക്കൊരു ഉറപ്പ് നൽകാൻ പോലും അവരുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറാകാത്തപ്പോഴാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ഇവരുമായി കൃത്യമായി സംവദിക്കാൻ സമയം കണ്ടെത്തുന്നത്. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും മികച്ച നേട്ടമായി, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ഏറ്റവും മികച്ച നേട്ടമായി കോൺഗ്രസ് പാർട്ടി ഉയർത്തി കാണിക്കുന്നത്.
അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ മൂന്നാമത്തെ നേട്ടമായി ഇവർ ഉയർത്തി കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ 9 പാർലമെന്റ് പ്രസംഗങ്ങളാണ്. ആ 9 പാർലമെന്റ് പ്രസംഗങ്ങളുടെയും ഏറ്റവും വലിയ പ്രത്യേകത അതിൽ പകുതിയിലേറെ പ്രസംഗങ്ങൾ കേൾക്കുവാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ്. അത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ അവസാന പാർലമെന്റ് പ്രസംഗത്തിൽ, ഇത്തവണത്തെ ബഡ്ജറ്റ് സെഷന്റെ അവസാന പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇനിയുള്ള 5 വർഷം ഞാൻ പ്രസംഗിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് കേൾക്കാൻ ഇവിടെ ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ ഭയക്കുന്നുണ്ട് എന്ന് നിസ്സംശയം പറയാം. ഇനി ഈ പാർലമെന്റ് പ്രസംഗങ്ങളിൽ നീറ്റ് മുതൽ കർഷകരുടെ ഏറ്റവും വലിയ ആവശ്യമായ മിനിമം താങ്ങുവില, അഗ്നിവീർ വിഷയത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തി കാണിച്ചിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയം ജാതി സെൻസസ് ആണ്. ജാതി സെൻസസ് എന്ന ആവശ്യം പാർലമെന്റിൽ ആവർത്തിച്ചുന്നയിക്കാൻ രാഹുൽ ഗാന്ധി ഈ പാർലമെന്റ് കാലയളവിൽ ശ്രമിച്ചു എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിന്റെ 50 ദിവസത്തെ പ്രവർത്തനത്തിലെ ഏറ്റവും മികച്ച നേട്ടമായി തന്നെ ഉയർത്തി കാണിക്കുകയും വേണം. ഇനി അദ്ദേഹത്തിന്റെ 4ാമത്തെ വലിയ നേട്ടമായി ഉയർത്തി കാണിക്കുന്നത് അത് നരേന്ദ്രമോദിക്കിട്ടുള്ള ഒരു പരിഹാസമായാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം 5 പ്രസ് കോൺഫറൻസുകളാണ് അല്ലെങ്കിൽ 5 വാർത്താ സമ്മേളനങ്ങളാണ് ഈ പ്രതിപക്ഷ നേതാവായി സ്ഥാനം ഏറ്റെടുത്ത ശേഷം രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ 10 വർഷത്തിലേറെയായി പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി ഈ നിമിഷം വരെ ഒരു വാർത്താ സമ്മേളനം പോലും നടത്തിയിട്ടില്ല എന്നത് ഒരു വസ്തുതയായി നിലനിൽക്കുന്നു. ഇത്രയുമാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ റിപ്പോർട്ട് കാർഡ് എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി പുറത്തുവിട്ടത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം രാഹുൽ ഗാന്ധി എന്ന നേതാവ് നടത്തിയ സംവാദങ്ങൾ തന്നെയാണ്. അദ്ദേഹം ലോക്കോ പൈലറ്റുമാരെ സന്ദർശിച്ചപ്പോൾ അവരുടെ പരാതികൾ കേട്ടപ്പോഴുള്ള വീഡിയോകൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. അതിലെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം രാഹുൽ ഗാന്ധി ഒരു പുതിയ വഴി വെട്ടിത്തെളിക്കുകയാണ്. ജാതിയും മതവും ഉപയോഗിച്ച് ഇന്ത്യക്കാരെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിക്കുന്ന ഭരണപക്ഷത്തെ അതിൽ നിന്നും വ്യത്യസ്തമായി നേരിടാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ് ഈ 25 സംവാദങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ 25 ജനവിഭാഗങ്ങളിൽ എല്ലാ മതജാതി വിഭാഗങ്ങളിൽപ്പെടുന്നവരും ഉൾപ്പെടുന്നുണ്ട്. കർഷകർക്ക് മിനിമം താങ്ങുവില എന്ന ആവശ്യവുമായി രാഹുൽ ഗാന്ധി ആവർത്തിച്ച പാർലമെന്റിൽ പ്രസംഗങ്ങളിൽ അദ്ദേഹം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ റിപ്പോർട്ട് കാർഡും ഇപ്പോൾ സ്വാതന്ത്ര്യദിന ആഘോഷത്തിനിടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അപമാനവും രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് ഈ നിമിഷത്തിൽ. ഇത് നരേന്ദ്രമോദി സർക്കാരിന് ഒരു തിരിച്ചടിയായി തന്നെ മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. കാര്യം രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടെ ഗണ്യമായി വർദ്ധിക്കുന്നു എന്നത് നമുക്ക് ദൃശ്യമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. തെക്കൻ സംസ്ഥാനങ്ങൾ, അതായത് ദക്ഷിണേന്ത്യയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനപ്രീതി കൂടുതൽ ഉയർന്നു നിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, എന്തിനേറെ പറയുന്നു, BJPയുടെ ഈറ്റില്ലമെന്നവർ വിളിച്ചിരുന്ന ഉത്തർപ്രദേശിൽ പോലും അവർക്ക് രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതിയെ തടഞ്ഞു നിർത്താനാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും രാഹുൽ ഗാന്ധിയെ ഇന്ന് അപമാനിച്ച നരേന്ദ്രമോദി സർക്കാരിൻ്റെ നടപടി വലിയ പ്രതിഷേധത്തിനാണ് വഴിവെക്കുന്നത്. അതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ റിപ്പോർട്ട് കാർഡ് എന്ന നിലയിൽ കോൺഗ്രസ് പുറത്തുവിട്ട റിപ്പോർട്ട് കാർഡും ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു.